നാളെ ഏറ്റവും സങ്കടമുള്ള ലോകത്ത്, പ്രയാസമുള്ള ലോകത്ത്, ഒരു ദിവസത്തിന് 50,000 വർഷത്തെ ദൈർഘ്യമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ വളരെ ഗൗരവമുള്ള ദിവസമാണല്ലോ മഹ്ശർ എന്ന് പറയുന്നത്. സുബ്ഹാന ജല്ല ജലാലു യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫ്ഫൻ ലാ യതകല്ലമൂൻ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള മലക്കുകൾ വന്ന് എല്ലാവരും വരിവരിയായി നിൽക്കുന്നു, ആരും മിണ്ടുന്നില്ല. വജാഅ റബ്ബുക വൽ മലകു സഫ്ഫൻ സഫ്ഫാ. മലക്കുകളെല്ലാവരും അണിയണിയായി നിൽക്കുന്ന ദിവസമാണത്. വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. കാളിയാളി കത്തുന്ന ജഹന്നം വരുന്ന നരകം കാളിയാളി കത്തി വരുന്ന ദിവസമാണത്. ആ ഗൗരവമുള്ള ദിവസം, ആ സങ്കടമുള്ള ദിവസം എവിടെയാണ് രക്ഷ? എവിടെയാണ് രക്ഷ? ഉമ്മയെ നോക്കാതെ മകനോടുന്ന സമയത്ത്, മകനെ നോക്കാതെ ഉമ്മ തിരിഞ്ഞു കളയുന്ന സമയത്ത്, മക്കളെ നോക്കാതെ ബാപ്പ പരക്കം പായുന്ന സമയത്ത്, ഭാര്യക്ക് ഭർത്താവില്ല, ഭർത്താവിന് ഭാര്യയില്ല, അയൽവാസികളില്ല, കൂട്ടുകാരുമില്ല, ഒരാളും മെയിൻഡ് ചെയ്യുന്നില്ല. ആ ഗൗരവമുള്ള ലോകത്ത് ആ മഹാന്മാരായ സാദാത്യങ്ങൾ മുഖേന, അവരുടെ ബഹുമാനം മുഖേന, അവരുടെ ഖിദ്മത്തിന്റെ കാരണമായി, അവരോട് ഖൽബിലുള്ള സ്നേഹത്തിന്റെ കാരണമായി എന്റെ വലത് കൈയിൽ കിതാബ് കിട്ടുമെന്നെ പ്രതീക്ഷ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, നമ്മുടെ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വരികളാണ്. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തോടുള്ള മഹബ്ബത്തിന്റെ ഏറ്റവും ചെറിയ ഒരു തിരിച്ച് നൽകപ്പെടുന്ന സമ്മാനത്തിന്റെ കഥയാ പറഞ്ഞത്. അല്ലാഹു തആല നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. സ്നേഹിച്ചു വന്നാൽ നബിയെയും കുടുംബങ്ങളെ, സൂക്ഷിക്കും 7 സ്ഥലങ്ങളിൽ ദുരിതങ്ങളെ. മൗത്തും ഖബർ നശറും കിതാബും പിന്നെ മീസാൻ ഹിസാബ് സിറാത്ത് ഇതേഴും തന്നെ. പ്രധാനപ്പെട്ട 7 ഘട്ടങ്ങളിൽ നിങ്ങൾ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നവരാണോ നിങ്ങൾക്ക് കാവലാകുമെന്നാണ് ഈ പഠിപ്പിക്കുന്നത്. മരിക്കുന്ന സമയത്ത് ഏറ്റവും ഗൗരവമുള്ള സമയമാണത്, പരീക്ഷയുടെ സമയം. ഏറ്റവും കടുപ്പുള്ള സമയമാണ് മരണത്തിന്റെ സമയം. ആ മരണത്തിന്റെ സമയത്ത് സയ്യിദിനെ സദാത്യങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ആളാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഉലമ, നിങ്ങൾക്ക് മഹാന്മാരായ സാദാത്യങ്ങളുടെ പിടുത്തമുണ്ടെങ്കിൽ ദിക്ർ ചൊല്ലി മരിക്കാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. മഹാന്മാരായ സാദാത്യങ്ങളെ സ്നേഹിച്ചാൽ, സയ്യിദുമാരെ സ്നേഹിച്ചാൽ, അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചാൽ നല്ല ഹുസ്നുൽ ഖാത്തിമത്ത് ഉണ്ടാകൂന്നാ പറഞ്ഞത്. മൗത്തിന്റെ സമയം പേടിക്കേണ്ടതില്ല എന്നാ പറഞ്ഞത്. ഖബറിലാണെങ്കിലോ അഹ്ലു ബൈത്തിന്റെ സാന്നിധ്യമുള്ള, അഹ്ലു ബൈത്തിനെ മാനിച്ച, അഹ്ലു ബൈത്തിന്റെ പൊരുത്തമുള്ള ഖിദ്മത്ത് അവസരം കിട്ടിയ നല്ല മനുഷ്യന്മാർക്ക്, അഹ്ലു ബൈത്തിനോട് സ്നേഹമുള്ളവരാണെങ്കിൽ അവരെ ഖബറിലും സന്തോഷമുണ്ട്. അവരുടെ വലത് കൈയിൽ കിതാബ് കിട്ടാൻ അത് എളുപ്പമാണ് ഷാഫി ഇമാം തന്നെ പറഞ്ഞത്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പ്രയാസം അനുഭവപ്പെടുന്ന മീസാനും നന്മതിന്മകൾ തൂക്കുന്ന ഇടങ്ങളിലും നന്മകൾക്ക് കനം കൂട്ടാൻ ഈ മഹബത്ത് ഏറെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നതാണ്. ഹിസാബിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. നാളെ സിറാത്ത് കടക്കുമ്പോൾ വളരെ ഗൗരവമുള്ള, പ്രയാസമുള്ള സിറാത്ത്, മുടിയേക്കാൾ നേർന്നത്, വാളിനേക്കാൾ മൂർച്ചയുള്ളത്, കൂരാക്കൂരിട്ടുള്ളത്, ജഹന്നമിന്റെ മേലെ ഫിറ്റാക്കിയത്. 5000 വർഷത്തെ നടത്തം ഇറക്കമിറങ്ങണം, 5000 വർഷം നേരെ നടക്കണം, 5000 വർഷം കയറ്റം കയറണം, 15000 വർഷം ഒരു സാധാരണ ഒട്ടകം നടക്കുന്ന റൂട്ടിൽ സ്പീഡിൽ നടക്കുകയാണെങ്കിൽ 15000 വർഷത്തെ നടത്തത്തിന്റെ ദൂരമുണ്ട്. ജഹന്നമിന്റെ മേലെ വെച്ചിരിക്കുന്ന പാലം, മാട്ടൂൽ പാലം പോലെ അങ്ങോട്ട് കടന്നു പോകാൻ പറ്റണ സാധനമല്ല.
വലിയ സംഭവം ആ സിറാത്ത് മിന്നറിയുന്ന വേഗത്തിൽ, കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ, കാറ്റടിക്കുന്ന വേഗത്തിൽ, പക്ഷി മാറുന്ന വേഗതയിൽ, അങ്ങനെ പല കോലത്തിലും അതിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നീങ്ങിപ്പോകുന്ന ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. പല ആളുകളും ആ സിറാത്തിന്റെ മേലെ, ആ പാലത്തിന്റെ മേലെ ചവിട്ടുമ്പോൾ കാല് വറച്ചിട്ട് ജഹന്നമിലേക്ക് വീണുപോകുന്ന പാപികളുണ്ട്. കാലിന് മുറിവ് പറ്റിയിട്ട് വീണുപോകുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഈ അപകടം പണത്തിട്ട് ഈ ജഹന്നമിന്റെ മേലെ വെച്ചിരിക്കുന്ന സിറാത്തിലേക്ക് കാല് വെക്കാൻ മനക്കെടൂല. അവരതിന് സമ്മതിക്കാതിരിക്കുമ്പോൾ ഇന്നലദൈന അങ്കാലം വജഹീമാ وطعما ذا غصة وعذابا أليما. കൊളത്തി വലിക്കണ ചങ്ങലയുണ്ട് എന്ന് പറഞ്ഞില്ലേ? ആ ചങ്ങല മേലെ അണ്ണാക്ക് വലിച്ചിട്ട് തലയോട്ടി വരെ പിളർത്തിയിട്ട് താടിയെല്ലും താഴെ അണ്ണാക്കെല്ലാം വലിച്ച് നെഞ്ച് വരെ പിളർത്തിയിട്ട് യുഖദു ബിന്നവാസി വല്ലഖദാം, മൂർദാവും പാദങ്കാലും വലിച്ചു കെട്ടിയിട്ട് സബാനിയാക്കള് വലിക്കും ജഹന്നമിന്റെ മേലെ, സിറാത്തിന്റെ മേലേക്ക്. അല്ലാഹുവേ ഞങ്ങളെ കാത്തു രക്ഷപ്പെടുത്തണേ അല്ലാഹ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിനോട് മഹബത്ത് വെച്ചവരാണോ? അഹ്ലു ബൈത്ത് കൈപിടിക്കുമെന്ന് ഉറപ്പുള്ളവരാണോ? ആ സിറാത്ത് മൗത്തും ഖബറ് നശ്റും കിതാബും പിന്നെ മീസാൻ ഹിസാബ് സിറാത്തിലേഴും തന്നെ. ഏറ്റവും വലിയ ആപൽഘട്ടത്തിൽ കൈപിടിക്കാൻ സദാതീങ്ങളോടുള്ള മഹബത്ത് നമുക്ക് കാരണമാകും. ആ നിലക്ക് അല്ലാഹു തആല നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ.